സ്നേഹം ഒറ്റ നോട്ടത്തിൽ പരിക്കേറ്റതായിട്ട് അനുഭവപ്പെട്ടാലും, ഒറ്റ നോട്ടത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് കരുതപ്പെട്ടാലും നിശ്ചയമായിട്ടും അതൊരു വീണ്ടെടുപ്പുണ്ടാവും, ഉയർപ്പുണ്ടാവും. ഓരോരോ പുതിയ ഭാവങ്ങളിൽ, പുതിയ രാഗങ്ങളിൽ സ്നേഹം നിങ്ങളെ തേടി വരും. നഷ്ടപ്പെട്ട സ്നേഹമൊക്കെ പുതിയ ഭാവങ്ങളിലും പുതിയ രീതികളിലും നിങ്ങളെ തേടി വരും. അതെപ്പോഴും മനുഷ്യൻ തന്നെ ആവണമെന്നില്ല. കുറേ കൂടി മുമ്പോട്ട് പോകുമ്പോൾ മനുഷ്യർ പോലും വേണ്ട നിങ്ങളെ സ്നേഹിക്കാനായിട്ട്. സർവ്വസൃഷ്ടികളോടുമൊക്കെ യേശു സുവിശേഷം പ്രഘോഷിക്കാൻ പറഞ്ഞത് വെറുതെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എല്ലാ സൃഷ്ടികളിലും ഇങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു സാധ്യത കിടപ്പുണ്ട്. യുവജാലങ്ങളിലൊക്കെ ഇങ്ങനെ സ്നേഹം നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സ്നേഹത്തോടാണ് അവിടുത്തെ സ്നേഹം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ അതിനകത്ത് ഈ കണക്ട് ആവുക. ഉള്ളിലില്ലാത്തൊരു കാര്യമായിട്ട് നിങ്ങൾ കണക്ട് ആവില്ല. ഞാനൊരു കഥ പറയുമ്പോൾ അത് നിങ്ങളെ തൊടുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കഥയുടെ ലോകം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഉള്ളിൽ സ്നേഹമുള്ള ഒരു പ്രപഞ്ചത്തെക്കുറിച്ച് തന്നെ യേശു പറയാൻ ശ്രമിച്ചത്. അവിടെയൊക്കെ സർവ്വസൃഷ്ടികളോടും സുവിശേഷം പറയാനാണ് പറഞ്ഞത്. സ്നേഹം പുതിയ സുഗന്ധമായിട്ടും പുതിയ പ്രകാശമായിട്ടും നമ്മുടെ ഉള്ളിൽ കുറേ കൂടി ഭംഗിയുള്ളതായി മാറാനായിട്ട് ഈ കാലം സഹായിക്കട്ടെ.